അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون فمن يرد الله أن يهديه يشرح صدره للإسلام ومن يرد أن يضله يجعل صدره ضيقا حرجا كأنما يصعد في السماء كذلك يجعل الله الرجز على الذين لا يؤمنون സ്നേഹാദരണീയരായ സത്യവിശ്വാസിനികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിക്കണേ എന്ന് സ്വന്തത്തോട് തന്നെയും ഓരോരുത്തരോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. എന്തും വില കൊടുത്തു വാങ്ങാൻ കഴിയുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് എന്ന് ആലങ്കാരികമായി നമ്മൾ പറയാറുണ്ട്. സമ്പത്തുകൊണ്ട് ആളുകൾക്ക് മുമ്പിൽ പ്രതാപം കാണിക്കുന്നത് സർവ സാധാരണമാണ്. വിദ്യാഭ്യാസവും കഠിനാധ്വാനവും കൊണ്ട് ഉന്നത പദവികൾ നേടിയെടുത്തത് അഭിമാനത്തോടു കൂടി നമ്മൾ എടുത്ത് പറയാറുണ്ട്. പാരമ്പര്യവും സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് ഉന്നതങ്ങളിൽ എത്തിയവരെ അസൂയയോടുകൂടി നോക്കി നിന്നിട്ടുണ്ട്. എന്നാൽ സമ്പത്തും പാരമ്പര്യവും സ്വാധീനവും ഭൗതികമായ അറിവും ഇതുകൊണ്ടൊന്നും നേടിയെടുക്കാൻ കഴിയാത്ത ഒരു വലിയ അനുഗ്രഹം ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഹിദായത്ത് അഥവാ സന്മാർഗം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ നമ്മെ ചിന്തിപ്പിക്കുന്ന രണ്ട് ചരിത്ര പാഠങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആ രണ്ട് ചരിത്ര പശ്ചാത്തലങ്ങളും നമ്മെ ഏറെ ചിന്തിപ്പിക്കുകയും നമ്മുടെ സൗഭാഗ്യങ്ങൾക്ക് അപ്പുറമായി ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമയുടെ കാലത്ത് അദ്ദേഹത്തിന്റെ ജനതയിൽപ്പെട്ട ഒരു ധനികനായി ഖാറൂനിന്റെ ചരിത്രം പലവരും നമ്മൾ കേട്ടിട്ടുണ്ട്. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സമ്പത്ത് നൽകിയെങ്കിലും ഹിദായത്ത് നൽകാത്ത ഒരു മനുഷ്യനായിരുന്നു. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുന്നത്, ഇന്ന ഖാറൂൻ, തീർച്ചയായും ഖാറൂൻ കാന മിൻ ഖൗമി മൂസ, ആ മനുഷ്യൻ മൂസ നബി അലൈഹിസ്സലാമയുടെ ജനതയിൽപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. ഫബഗാ അലൈഹിം,
എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാമയുടെ ജനതയ്ക്ക് നേരെ, അവർക്ക് നേരെ അക്രമം കാണിക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചക സമൂഹത്തിന് നേരെ അക്രമം കാണിച്ചിട്ടും ആതൈനാഹും മിനൽ കനൂസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സമ്പത്ത് നൽകി. ഇന്ന മഫാത്തിഹഹു ലതനൂഹു ബിൽ ഉസ്ബത്തി ഉലിൽ ഖുവ്വ എന്നാണ്. തന്റെ ഖജനാവുകൾ ശക്തന്മാരായ ഒരു സംഘത്തിന് പോലും ഭാരമാകാൻ തക്കമുള്ള നിക്ഷേപങ്ങൾ നാം അവന് നൽകിയിരുന്നു എന്നാണ്. അപ്പോ ഹിദായത്തും സമ്പത്തും തമ്മിൽ യാതൊരു ബന്ധമില്ല. സമ്പത്തുണ്ടായിരുന്നുവെങ്കിൽ ഖാറൂനാണ് ഹിദായത്ത് കിട്ടേണ്ടിയിരുന്നത്. ഇനി നോക്കൂ സഹോദരങ്ങളെ, ഈ ഒരു ചരിത്രത്തിൽ നിന്ന് നമുക്ക് റഹ്മാനായ റബ്ബ് നൽകിയിട്ടുള്ള ഈ മഹത്തായ ഫളിനെ നമ്മളൊന്ന് മനസ്സിരുത്തി ചിന്തിക്കണം. നമ്മൾ അറിയാതെ പറഞ്ഞു പോകും, അൽഹംദുലില്ലാഹ് ർശോനെ, ആർക്കും കിട്ടാത്ത ഒരു വലിയ നിധിയാണല്ലോ നീ എനിക്ക് സമ്മാനമായി നൽകിയത്, സ്വീകരിക്കണമേ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇനി സ്ഥാനമാനങ്ങളും പാരമ്പര്യവും ഒക്കെ പലർക്കും ഉണ്ടാകും. ആ അനുഗ്രഹങ്ങൾ കൊണ്ട് പലതും നേടിയെടുക്കാൻ പറ്റും. പക്ഷേ ഹിദായത്തിന് അത് കാരണമല്ല എന്നാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തു തഹ്രീമിലെ 10-ാമത്തെ ആയത്ത് മുതൽ പറയാണ്, ലറബല്ലാഹു മസല, അല്ലാഹു വിശ്വാസികൾക്ക് മാതൃകയാകാൻ വേണ്ടി ഉദാഹരണം പറയുന്നു. ആരെയാണ് ഉദാഹരണം പറയുന്നത്? ലില്ലദീന കഫറു, സത്യനിഷേധികൾക്ക് ഉദാഹരണമായി എടുത്തു കാണിക്കണമല്ല. ഇംറഅത നൂഹൻ വംറഅത ലൂത്ത്, രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാർ. ഒന്ന് നൂഹ് നബി അലൈഹിസ്സലാമയുടെ ഭാര്യ, ഒന്ന് ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ഭാര്യ. ആ രണ്ട് സ്ത്രീകളുടെയും പ്രത്യേകത കാനത്താ തഹത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹീൻ, സത്വൃത്തരായ എന്റെ രണ്ട് ദാസന്മാർക്ക് കീഴിലായിരുന്നു അവർ. അവരെ അനുസരിക്കപ്പെടാനും സ്നേഹിക്കപ്പെടാനും ഉൾക്കൊള്ളാനും പഠിപ്പിക്കപ്പെടാനും ഒക്കെ അർഹതയുണ്ടായിരുന്ന രണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ഭാര്യമാരായിരുന്നു അവർ. പക്ഷേ ഫഹാനത്താഹുമാ, അവർ രണ്ടുപേരും വഞ്ചിക്കുകയാണ് ചെയ്തത്. ഏത് വിഷയത്തിലാണ് വഞ്ചിച്ചത്? ആ പ്രവാചകൻ പഠിപ്പിച്ച ഹിദായത്തിന്റെ വെള്ളി വെളിച്ചം സ്വീകരിക്കാൻ അവർക്ക് സാധിച്ചില്ല, അവർ അതിന് ശ്രമിച്ചില്ല എന്നുള്ളതാണ്. ഫലം യുഗ്നിയ അൻഹുമാ മിനല്ലാഹി ശൈആ, അവർ പ്രവാചകന്മാരുടെ ഭാര്യമാരായി എന്നുള്ളത് കൊണ്ട് ശിക്ഷയിൽ നിന്ന് രണ്ടു പേർക്കും യാതൊരു ഇളവും നൽകുകയില്ല. വഖീല ദുഖുലൻ നാറ മഅദ്ദാഖിലിൻ, നിങ്ങൾ രണ്ടുപേരും നരകത്തിൽ കടന്നു എരിഞ്ഞുകൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൽപ്പന കൊടുത്തിട്ടുണ്ട് എന്ന്. വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്, ഈ ഇരിക്കുന്ന നമുക്ക് റഹ്മാനായ റബ്ബ് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ, ഈ ഒരു സത്യമായ മാർഗത്തെ ശരിയാവണ്ണം ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കാനുമുള്ള ഒരു സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി തന്നു എന്നതാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഒരാൾക്ക് ഹിദായത്ത് ലഭിക്കുക എന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് നേർമാർഗത്തിന്റെ വഴി കാണുക എന്ന് പറഞ്ഞാൽ, ഒരാൾ നേർമാർഗത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ അവനെ ഏറെ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവാണ് എന്നർത്ഥം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളെ, വല്ലാത്തൊരു കാര്യമല്ലേ ഇത്? അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്നു എന്നതിന് തെളിവാണ് ഈ ഒരു ഹിദായത്തിന്റെ മാർഗത്തിൽ ഇങ്ങനെ ഒന്നിച്ചിരുന്ന് കേൾക്കാനും ജീവിതത്തിൽ പകർത്താനും ഉൾക്കൊള്ളുവാനുമുള്ള സാവകാശവും സന്ദർഭവും ഒക്കെ നമുക്ക് നൽകി. എന്തൊക്കെ തിരക്കുണ്ട്! ആ തിരക്കുകളൊക്കെ നമ്മുടെ ഇബാദത്തുകൾക്ക് മുമ്പിൽ നിന്ന് മാറ്റിവെക്കപ്പെടും. എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്! അതൊക്കെ അള്ളാഹുവിനോടുള്ള ഇഷ്ടം നൽകുന്ന ഓരോ പ്രവൃത്തിയിലും അണിചേരുന്നതിന് തടസ്സമേ അല്ല. അല്ലാഹു പറഞ്ഞു, അതൊരു വല്ലാത്ത സമ്മാനമാണ്. ഫമൻ യുരിദില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചുവോ അയ്യഹ്ദിയഹു, ഒരു മനുഷ്യനെ നേർവഴിയിലാക്കാൻ, ഒരാൾക്ക് ഹിദായത്ത് നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം, അവന്റെ മനസ്സിനെ, അവന്റെ ഹൃദയത്തെ, അവന്റെ കാഴ്ചപ്പാടുകളെ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിലേക്ക് അങ്ങ് തുറന്നു കൊടുക്കും.
അവൻ ചിന്തിക്കുന്നതും അവൻ കാണുന്നതും അവൻ ആഗ്രഹിക്കുന്നതും ഇസ്ലാമികമായൊരു പരിസരത്ത് എങ്ങനെയാണ് എനിക്കിത് സാധ്യമാവുക എന്ന ചിന്ത മാത്രമായിരിക്കും. ഫമൻ യുരിദില്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ച ആളുകളിൽ പെട്ടു നമ്മൾ. അൽഹംദുലില്ലാഹ്. എന്നിട്ട് റഹ്മാനായ റബ്ബ് പറയാ, വമൻ യുരിദ് അൻ യുദില്ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പരിശ്രമമില്ലാത്തവരെ കുറിച്ച് അവരെ വഴിപിഴവിലാക്കുവാനാണ് ആഗ്രഹിക്കുക. അത്തരം ആളുകൾക്ക് യജ്അൽ സുദ്റഹു ലയ്യികൻ ഹറജ, അവരുടെ മനസ്സുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഴിപിഴവിലാക്കാൻ ഉദ്ദേശിച്ചവന്റെ മനസ്സുകളെ ഞെരുങ്ങിയതും ഇടുങ്ങിയതുമാക്കി തീർക്കും. എന്താ? ദുനിയാവിന്റെ വിഷയങ്ങളിൽ കെട്ടുപിണഞ്ഞ് അവന്റെ മനസ്സ് ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം തിരക്കുകളിലേക്കും പ്രയാസങ്ങളിലേക്കും അവൻ പോയിട്ടുണ്ടാകും. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, കഅന്നമാ യസ്അദു ഫിസ്സമാ, ദുനിയാവിൽ ജീവിക്കുമ്പോൾ തന്നെ ആകാശത്തേക്ക് കയറിപ്പോകുന്നവൻ പോലെ മനസ്സിടുക്കമുള്ളവനായി അവൻ മാറിയിട്ടുണ്ടാകും. അത്ര പ്രയാസമായിരിക്കും. കദാലിക യജ്അലുല്ലാഹു അർരിജ്സ്, അങ്ങനെയാണ് റഹ്മാനായ റബ്ബ് ശിക്ഷ ദുനിയാവിൽ വെച്ച് തന്നെ ഏർപ്പാടാക്കിയിട്ടുള്ളത്. അലല്ലദീന ലാ യുഅ്മിനൂൻ, സത്യവിശ്വാസം സ്വീകരിക്കാത്തവർക്ക് അങ്ങനെ ഒരു മനസ്സാണ് അള്ളാഹു കൊടുത്തിട്ടുള്ളത്. എന്നാലോ ഹിദായത്ത് ലഭിക്കാൻ പരിശ്രമിക്കുകയും അത് ആഗ്രഹിക്കുകയും ചെയ്തവൻ അല്ലാഹ് ഹിദായത്ത് കൊടുത്താൽ അവന്റെ മനസ്സിനെ, അവന്റെ പ്രവർത്തനങ്ങളെ ഇസ്ലാമിലേക്ക് റഹ്മാനായ റബ്ബ് അങ്ങ് തുറന്നു കൊടുക്കുമെന്നാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. അങ്ങനെ ഒരു മാർഗത്തിലാണ് അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. അതിന്റെ ലക്ഷണങ്ങളിൽ സുപ്രധാനമായ ചില കാര്യങ്ങൾ നമ്മൾ അറിയണം. എന്റെ മനസ്സ് ഇസ്ലാമിലേക്ക് തുറക്കപ്പെട്ടിട്ടുണ്ടോ? എന്റെ മനസ്സ് ഇസ്ലാമിനോട് ഇണങ്ങിയാണോ ജീവിക്കുന്നത്? എന്റെ മനസ്സും ഇസ്ലാമും തമ്മിൽ പൊരുത്തത്തോടു കൂടിയാണോ മുന്നോട്ട് പോകുന്നത്? ഞാനും ഇസ്ലാമും ഇണങ്ങിയിട്ട് വർഷങ്ങളായി, ഞാനും ഇസ്ലാമും ഇണങ്ങി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി, അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ സാധിക്കുമോ? സഹോദരങ്ങളെ, അതിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് റഹ്മാനായ റബ്ബ് പറയാ, വിശ്വാസവും വിശ്വാസ ജീവിതവും ഏറ്റവും സുന്ദരവും ഇഷ്ടമുള്ളതുമായി അത്തരം ആളുകൾക്ക് തോന്നും. അവരുടെ മനസ്സ് അങ്ങനെയായിരിക്കും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏറ്റവും സുന്ദരമായിരിക്കും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും ഇഷ്ടമുള്ളതായിരിക്കും. വലാകിൻ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസത്തെ പ്രിയങ്കരമാക്കി തന്നു. വിശ്വാസത്തെ ഏറ്റവും പ്രിയങ്കരമാക്കി തന്നു. ആ പ്രിയങ്കരമാക്കി തന്നത് എങ്ങനെ? വസയ്യനഹു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ, നിങ്ങളുടെ മനസ്സുകളിൽ അതൊരു അലങ്കാരമാക്കി നൽകുകയും ചെയ്തു. ഇസ്ലാമികമായ ഒരു കാര്യം ചെയ്യാൻ, ഒരു ദിക്ർ ചൊല്ലാണ്, ഒരു മയ്യത്ത് നമസ്കരിക്കാൻ പോവുകയാണ്, ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ്, ഇതിനൊക്കെ 2 ലക്ഷം വെക്കാലോ. എന്നാൽ യഥാർത്ഥത്തിൽ മനസ്സിണങ്ങിപ്പോയ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗിയെ കാണാൻ പോകുമ്പോൾ അവന്റെ മനസ്സിലെ അവന്റെ ആഗ്രഹം 70,000 മലക്കുകൾ എനിക്ക് ഈ പകല് ദുആ ചെയ്യണം, എനിക്ക് വേണ്ടി ദിക്ർ ചൊല്ലണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നതാണ്. അല്ലാത്തവന്റെ നീയത്ത് എന്താ? ഞാൻ അവൻ കടന്നിട്ട് എങ്ങനെ പോയില്ല എന്നുള്ളതാണ്. അല്ല, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പള്ളിയിലേക്ക് പോകുമ്പോ അവൻ ഒതുവെടുത്ത് ഇങ്ങനെ ഇറങ്ങുമ്പോ അവന്റെ മനസ്സ്, അവന്റെ ഓരോ കാൽപ്പാടും ഇങ്ങനെ എടുത്തു വെക്കും. അവന്റെ മനസ്സ് ഇങ്ങനെ തുടിക്കും. കുറച്ചോനെ ഒരു ദറജ ഉയർന്നല്ലോ, ഒരു ദറജ ഉയർന്നല്ലോ. അവന്റെ കാല് താഴെ നോക്കുമ്പോൾ ഒരു പാപം പുറത്തു കിട്ടിയല്ലോ. റഹ്മാനെ അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ ഇഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്, അത് പറയുമ്പോ വല്ലാത്തൊരു ആനന്ദമുണ്ടാകും. പള്ളിയിലേക്ക് കയറുമ്പോ പടച്ചോനെ റഹ്മത്തിന്റെ കവാടങ്ങൾ എനിക്ക് മുമ്പിൽ തുറക്കണമേ. ഞാനൊന്ന് മനമൊരുക്കി പ്രാർത്ഥിച്ചാൽ റബ്ബേ നീ കേൾക്കണമേ. എന്റെ ആഗ്രഹങ്ങൾ ഇതാ നിന്നോട് ഞാൻ പറയുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നാഥാ നിന്നെ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, നിന്നോട് മാത്രമാണ് എന്റെ സഹായം മുഴുവൻ ഞാൻ ചോദിക്കുന്നത്, നാഥാ നൽകണമേ എന്ന് പറയുമ്പോ ഈ ചുറ്റുപാടൊന്നും എന്റെ മനസ്സിലുണ്ടാവില്ല. എത്ര സുന്ദരമായിരിക്കും അവന്റെ വിശ്വാസം. അങ്ങനെയുള്ള മുഅ്മിനീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. വസയ്യനഹു ഫീ ഖുലൂബിക്കും, ഓരോന്നും അവന് സൗന്ദര്യമുള്ളതായി, അലങ്കാരമുള്ളതായി, ഏറ്റവും പ്രിയപ്പെട്ടതായി മാറും. വകറഹ ഇലൈക്കുമുൽ കുഫ്ർ, അവിശ്വാസത്തിലേക്ക് പോകുന്ന ഒരു നോട്ടം, അവിശ്വാസത്തിലേക്ക് പോകുന്ന ഒരു ചിന്ത, അവിശ്വാസത്തിലേക്ക് പോകുന്ന ഒരു സംസാരം, അത് മുഴുവൻ അവന് വെറുപ്പുള്ളതായിരിക്കും. വൽ ഫുസൂഖ്, തമാശക്ക് പോലും കളവ് പറയാൻ ഇഷ്ടപ്പെടുകയില്ല. ഒരാളെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി പോലും ഒരു കളവ് പറയാൻ അവൻ ഇഷ്ടപ്പെടുകയില്ല. അൽ ഫുസൂഖ്,
ഏറ്റവും ചെറിയ തെമ്മാടിത്തരമാണല്ലോ അതൊക്കെ. ഒരു തെമ്മാടിത്തരവും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള കാഴ്ചകൾ, അങ്ങനെയുള്ള കേൾവികൾ, അങ്ങനെയുള്ള ചിന്തകൾ, അങ്ങനെയുള്ള പ്രവർത്തികൾ ഒന്നും അൽ ഫുസൂഖ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ചിന്തിക്കാനും ജീവിക്കാനും കഴിയുമ്പോഴാണ് ഈമാൻ അവനൊരു മധുരമുള്ളതായി തീരാം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വൽ ഉസ്യാൻ, ഒരു അനുസരണക്കേടുണ്ടാവില്ല. അള്ളാഹ് ആരോടൊക്കെ ദുനിയാവിൽ അനുസരണം കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അവൻ അനുസരിക്കും. മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ, ഭാര്യ, മക്കൾ, ഭർത്താവ്, നാട്ടുകാർ, അയൽവാസികൾ, സുഹൃത്തുക്കൾ, ആരോടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടം വെച്ച് പുലർത്താനും അനുസരിക്കാനും സ്നേഹിക്കാനും പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെ അവൻ അനുസരിക്കും, സ്നേഹിക്കും, ഇഷ്ടപ്പെടും. എന്തിന്റെ പേരിൽ? ഒന്നും ഇങ്ങോട്ട് കിട്ടാനല്ല, ലിവജ്ഹില്ല, അള്ളാന്റെ കൂലി കിട്ടാൻ. അപ്പൊ നാട്ടുകാരൊക്കെ ചിലപ്പോൾ എതിരായിരിക്കും, എങ്കിലും അവന് ഇഷ്ടമായിരിക്കും. എന്നിട്ട് അല്ലാഹു പറഞ്ഞു ഉലൈകുഹുർ റാഷിദൂൻ, അവരാണ് തന്റെ ഇടമുള്ള നേർമാർഗം പ്രാപിച്ചവർ, വിവേകമുള്ളവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ആയത്ത് ഹുജറാത്തിലെ ഈ 7ാമത്തെ ആയത്ത് ഇറങ്ങിയപ്പോ സഹാബത്ത് ചോദിച്ചു, നബിയെ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞല്ലോ, ഹൃദയത്തിന് ഇസ്ലാം അങ്ങോട്ട് വിശാലമായി കിട്ടുക എന്ന് പറഞ്ഞ ഈ മുഅ്മിനീങ്ങൾ ആരാ റസൂലേ? ആരാണ്? അവരുടെ പ്രത്യേകതകളൊന്നും എണ്ണി പറഞ്ഞു തരുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തെന്നറിയോ? അല്ലാഹ് ഇത്തരം ആളുകളുടെ മനസ്സിക്ക് ഒരു പ്രത്യേക വെളിച്ചെട്ട് കൊടുത്തിട്ടുണ്ടാവുന്നതാണ്. എന്തിനും നോക്കിക്കാണാൻ ഒരു പ്രകാശം ഉണ്ടാവും. ഏതൊരു പ്രശ്നത്തിന് മുമ്പിൽ പെട്ടാലും ഇരുട്ടുണ്ടാവില്ല. അവർക്ക് ഇരുട്ടായി തോന്നൂല. എന്താ ഇനി ചെയ്യാന്നല്ല, അവർക്കൊരു പ്രകാശം ഉണ്ടാകും, ദീനിന്റെ ഒരു വെളിച്ചം, എന്തിനും ഒരു പരിഹാരം അള്ളാഹു ഇട്ട് കൊടുക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് വീണ്ടും താല്പര്യത്തോട് കൂടി ചോദിച്ചു, നബിയെ അത് ആ വെളിച്ചം കിട്ടി എന്ന് മനസ്സിലാക്കാൻ വല്ല അടയാളമുണ്ടോ? അതൊന്ന് മനസ്സിലായി കിട്ടാൻ ഞങ്ങൾക്കൊക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വല്ല മാർഗമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നറിയോ? അവരുടെ പ്രത്യേകതയാണ് പറഞ്ഞു കൊടുത്തത്. ആ മുഅ്മിനീങ്ങളുടെ പ്രത്യേകത, അവർക്ക് ശാശ്വത ജീവിതത്തിന്റെ ഭവനത്തിലേക്ക് ഒരു വീണ്ടും വിചാരമുണ്ടാകുന്നതാണ്. നേരം വെളുത്താൽ എന്തിനാണ് അധ്വാനിക്കണമെന്ന് ചോദിച്ചാൽ പരലോകത്ത് രക്ഷപ്പെടണം എന്ന ഒറ്റ ചിന്ത ഉണ്ടാവുള്ളൂ. ഇത് പലവരും, ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയ വിഷയം. നമ്മളൊക്കെ നേരം വെളുക്കുമ്പോ നമ്മുടെ ചിന്ത എന്താ? അല്ലേ, അറ്റാക്ക് കേട്ട വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. പുഴയിൽ കളിച്ചുകൊണ്ടിരുന്ന സുഹൃത്തിന്റെ മയ്യത്ത പിറ്റേ ദിവസം കാണുന്നത്. അല്ലേ, 20, 25, 26 ഒക്കെ ഉള്ള നമ്മുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മരണപ്പെട്ടു പോകുമ്പോ നമ്മൾ വിചാരിക്കുക മലക്കുകളെ പോലെ ആയുസ് കിട്ടിയ ആളുകളെ നമ്മൾ അല്ല കൂട്ടരെ. ഒരു ഈച്ചയ്ക്ക് ചിലപ്പോ നമ്മളെക്കാൾ ജീവന് വലുപ്പുണ്ടാവും. കാരണം അത്ര സെക്കൻഡ് കൊണ്ടാണ് റൂഹ് നമ്മിൽ നിന്ന് വേർപെട്ടു പോകുക. അള്ളാഹുവിന്റെ റസൂൽ പറയാം, നിങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ച് വിശ്വാസവും ദൃഢതയുണ്ടോ എങ്കിൽ അവൻ പുലർന്നു കഴിഞ്ഞാൽ, അവന് ഓർമ്മ വന്നാൽ ശാശ്വത ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു വീണ്ടും വിചാരം എപ്പോഴും ഉണ്ടാകും. ഈ കൃത്രിമമായ ഭവനത്തിൽ നമ്മൾ ഉണ്ടാക്കിയ ദുനിയാവുണ്ടല്ലോ, അതിൽ നിന്ന് അവന്റെ മനസ്സ് വിട്ടകന്നു നിൽക്കുക എന്നാണ്, ഉപയോഗിക്കൂല എന്നല്ല. അതിനോട് അമിതമായ താല്പര്യം കൊടുത്ത് അതിന്റെ പിന്നാലെ മാത്രം പോകില്ല. മൂന്നാമത് റസൂലുള്ളാഹി പറഞ്ഞത്, വിശ്വാസികളെ വല്ലാത്തൊരു കാര്യം, മരിക്കുന്നതിന് മുൻപ് മരിക്കാൻ അവർ തയ്യാറെടുക്കുന്നവരായിരിക്കുന്ന. മരിച്ചിട്ടല്ല തയ്യാറെടുക്കും, മരിക്കുന്നതിന് മുമ്പ് മരിക്കാൻ അവർ തയ്യാറെടുക്കും എന്നാണ്. ഈ ഗുണം നമുക്കുണ്ടോ സഹോദരങ്ങളെ? അള്ളാഹിനോടൊരു ഇഷ്ടം ഉണ്ടോ? ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രാരാബ്ദം വരുമ്പോഴത്തേന് എന്താ ഈ പടച്ചോൻ ഇങ്ങനെ പറഞ്ഞു, ഇതെനിക്ക് സ്വർഗമാണ്, അള്ളാഹ് നൽകാൻ ഉദ്ദേശിച്ച് തന്നതാണെന്ന് ചിന്തിക്കാൻ അപ്പോഴും അള്ളാഹിനോട് ഇഷ്ടം ഉണ്ടാവില്ല. ഇബാദത്തിൽ നിന്ന് ഇഷ്ടമുണ്ടോ? ആവർത്തിച്ച് ചോദിക്കുക സുഹൃത്തുക്കളെ. പള്ളിയിൽ നിന്ന് ഇറങ്ങിയ കഴിഞ്ഞില്ലേ നമ്മുടെ ഈമാൻ? ഇബാദത്ത്, 5 നേരത്തെ നമസ്കാരം, അതിലെന്താണ് നമുക്ക്? അതുണ്ടെങ്കിൽ സ്വർഗാണ്. ശിർക്കില്ലാത്തൊരു വിശ്വാസം ഇബാദത്തിൽ, നിസ്കാരം ശരിക്കുണ്ടെങ്കിൽ സ്വർഗം കിട്ടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ പഠിക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടോ? ഇത്രയും കാലായിട്ട് ഖുർആൻ തലങ്ങും വലും കാണുന്നിടത്തും ഇരിക്കുന്നിടത്തും എല്ലായിടത്തും ഖുർആനാ. നോക്കൂ നിങ്ങൾ, മൊബൈൽ തുറന്ന ഖുർആനാണ്. അല്ലേ, പ്ലേ സ്റ്റോറിൽ നിറച്ച് വ്യത്യസ്ത ഖുർആനുകളാണ്. നമ്മൾ അല്ലാഹ് വെറുതെ വിടൂല. എല്ലാ ഭാഷയിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏത് നാട്ടിൽ പോയാൽ അല്ലാഹ് ചോദിക്കുക, ഈ ഖുർആൻ ഒന്ന് പഠിക്കാൻ, ഇതിന്റെ അർത്ഥം ഒന്ന് വെച്ച് നോക്കാൻ, ഇതെന്താ ഈ പറഞ്ഞതെന്ന് കേൾക്കാൻ നീ തയ്യാറായിട്ടുണ്ടോ? നീ ഒരു ഇലക്ട്രോണിക് ഉപകരണം വാങ്ങിയാൽ അതിന്റെ താഴെ ഏറ്റവും സൂക്ഷ്മമായി എഴുതിയ കണ്ടീഷൻസ് വരെ ലെൻസ് വെച്ച് വായിച്ചു നോക്കിയിട്ടേ അത് ഉപയോഗിക്കുള്ളൂ. അല്ലെ, നിന്റെ ജീവിതത്തിന്റെ കർമ്മരേഖയും ജീവിതത്തിന്റെ വെള്ളി വെളിച്ചവുമായ ഖുർആൻ, അതിന്റെ ഒരു അറഫ് എടുത്ത് വായിച്ചു നോക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ?
ജീവിതത്തിൽ റസൂലുള്ളാഹിനെ മാതൃകയാക്കണം എനിക്ക്, എന്റെ കുടുംബത്തിൽ, എന്റെ നാട്ടിൽ, എന്റെ സുഹൃത്തുക്കൾക്കിടയിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ നബി ജീവിച്ചതുപോലെ ജീവിക്കണേ, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതുപോലെ ജീവിക്കണത് പറയാൻ പറ്റും? അല്ല പറയട്ടോ, നമുക്ക് അള്ളാഹിനോട് ഇഷ്ടമുണ്ടായാൽ, ഈമാനിന്റെ രുചി അറിഞ്ഞാൽ, അള്ളാഹു ഓർമ്മിപ്പിക്കുന്ന ചില ഗുണങ്ങൾ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ എണ്ണി പറയാം. വമാ ഖലഖദ് ദക്കറ വൽ ഉൻസാ, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച രീതി തന്നെയാണ് സത്യം. അല്ലാഹ് മനുഷ്യന്മാരെ സത്യം ചെയ്ത് പറയാം, ഇന്ന സഅയ്യുക്കും ലശത്താ, മനുഷ്യരെ നിങ്ങളുടെ പരിശ്രമങ്ങൾ വ്യത്യസ്തങ്ങളായ വിഭിന്നങ്ങളായ രൂപത്തിലാകുന്നു. നിങ്ങൾക്ക് അല്ലാഹ് ധനം തന്നു, എന്നിട്ട് അതിൽ ദാനം ചെയ്യുകയും സൂക്ഷ്മതയുള്ളൊരു ജീവിതം നിങ്ങൾ നയിക്കുകയും ചെയ്തുവോ? സ്വത്തുനിന്ന് കൊടുക്കുക, സക്കാത്തായി, സദഖയായി ചേർത്തല്ല പറഞ്ഞു, അത് പെരുമക്ക് വേണ്ടിയല്ല. തഖ്വയോട് കൂടി സൂക്ഷ്മത പാലിച്ച് ജീവിക്കുകയും ചെയ്തുവോ? വസദ്ദഖ ബിൽ ഹുസ്ന, ഏറ്റവും ഉത്തമമായ വിശുദ്ധ ഖുർആനിനെ സത്യപ്പെടുത്തുകയും ചെയ്തുവോ? എന്തെല്ലാം വെല്ലുവിളികളാ ഖുർആന് നേരെ നടക്കുന്നത്. അല്ല, ഖുർആന് നേരെ നടക്കുന്ന ഈ വെല്ലുവിളി തെറ്റാണെന്ന് പറയാൻ, സ്വയം എന്ന് ബോധ്യപ്പെടാനെങ്കിലും അതൊന്ന് വായിച്ചു, സത്യപ്പെടുത്തിയോ? ഇപ്പോഴും ശക്കില, അങ്ങനൊന്നും ഉണ്ടാവില്ല. ആ ശക്ക് തീർന്നിട്ടില്ല. അല്ല പറയാ ഈമാനില്ലാന്ന്. അവന് നാം ഏറ്റവും എളുപ്പമായതിലേക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന, അതാണ് സ്വർഗം. ഖുർആൻ പഠിച്ചവന്, സ്വതക്ക ചെയ്തവന്, തഖ്വയോട് കൂടി ജീവിച്ചവന് സ്വർഗമാണ്. അതാണ് ഹിദായത്തിന്റെ വെള്ളി വെളിച്ചം. അമ്മാമൻ ബഖില, എന്നാൽ ഒരുത്തൻ ദുനിയാവിനോടുള്ള ആർത്തിമൂത്ത് പിശുക്കി പിടിച്ച് മക്കൾക്കും കൊടുത്തില്ല, പ്രാഗി പറഞ്ഞ ചെലവാക്കല് അല്ലെ. ഭാര്യ എന്തെങ്കിലും ചോദിച്ചാൽ കണ്ണുരുട്ടി, മക്കളെന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അവിടെ പോലും പിശുക്ക്. പിന്നെ നാട്ടിൽക്കാർക്കെങ്കിലും കൊടുക്കുവോ? സാധുവിന് കൊടുക്കോ? പള്ളിക്കൊക്കെ കൊടുക്കോ? മദ്രസക്ക് കൊടുക്കോ? കൊടുത്താൽ തന്നെ തന്റെ ദുരഭിമാനത്തിന്റെ പേരിൽ മാത്രം കൊടുക്കുക. അള്ളതല്ല പറഞ്ഞു, അതിനാണ് പിശുക്ക് എന്നാണ്. പിശുക്ക് കാണിച്ചു. വസ്തഗിന, എന്നിട്ട് സ്വയം പര്യാപ്തനായി നടിക്കുകയും, എനിക്ക് തികഞ്ഞു, ഞാനാണ്. ആ ഇസ്തിഗ്ന അവൻ ഉണ്ടാവുകയും ചെയ്തു, സ്വയം പര്യാപ്തത നടിക്കുകയും ചെയ്തു. വഖദ്ദബ ബിൽ ഹുസ്ന, അവന്റെ ജീവിതം തന്നെ ഏറ്റവും ഉത്തമമായ അള്ളാന്റെ ഖുർആനിനെ നിഷേധിക്കുകയും ചെയ്തുകൊണ്ടാണ്. അല്ല പറഞ്ഞു കേൾക്കുമ്പോഴല്ലേ അതിനനുസരിക്കാം. റഹ്മാനായ റബ്ബ് പറഞ്ഞു, ഫസനുയസ്സിറുഹു ലിൽ ഉസ്ര, അവൻ ഏറ്റവും ഞെരുക്കമുള്ളതിലേക്ക് നാം വഴി നടത്തുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാം. വിശ്വാസികളെ, ജീവിതത്തിൽ ഈ വെളിച്ചം ലഭിച്ചവരായി നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? അതോ ലയ്യിക്കൽ ഹറജ, വല്ലാതെ ഇടുങ്ങി പിടിച്ച് ജീവിച്ച് തീർക്കുന്ന രൂപത്തിലാണോ? ആനന്ദത്തോടു കൂടി അള്ളാഹുവിന്റെ കോടതിയിലേക്ക് ഒരു യാത്രക്ക് വേണ്ടിയുള്ള ഒരുക്കമാണോ എന്നതാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമായി നൽകിയിട്ടുള്ള ഈ ഹിദായത്ത് ജീവിതത്തിൽ ലഭിച്ചതിന് ശേഷം നഷ്ടപ്പെടുക എന്നതാണ് ഏറ്റവും വലിയ ജീവിത പരാജയം. എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഹിദായത്ത് നഷ്ടപ്പെടുക? മനുഷ്യർ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൽ ആശ്രയിക്കാതെ മറ്റുള്ളവരെ ആശ്രയിക്കുക, ശിർക്ക് ചെയ്യുക. മറ്റൊന്ന്, അള്ളാഹുവിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടുകൊണ്ട് നിരാശനാവുക. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീന ആമനു, വിശ്വസിക്കുകയും വലം യൽബിസു ഈമാനഹും ബിദ്ദുൽമ, വിശ്വാസത്തിൽ ശിർക്ക് കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തു. ശിർക്ക് വന്നാൽ അല്ലാഹു സ്വീകരിക്കൂല. ദുൽമ എന്ന വാക്കിന് ശിർക്ക് എന്നാണ് അർത്ഥം.
ഉലൈക ലഹുമുൽ അംൻ. അത് ചെയ്യാത്ത ആരാണോ ഉള്ളത് അവർക്കാണ് നിർഭയത്വമുള്ളത്. വഹും മുഹ്തദൂൻ, അവർ തന്നെയാണ് നേർമാർഗം പ്രാപിച്ചിട്ടുള്ളത് എന്നതാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. പിശാച് വിശ്വാസമുള്ളവരെ ശിർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് വഴി പിഴപ്പിക്കുക. കൂടുതൽ ഈമാൻ, കൂടുതൽ വിശ്വാസം എന്ന ചിന്തയുണ്ടാക്കി അവൻ ജാറത്തിലേക്കും ദർഗകളിലേക്കും അതുപോലെയുള്ള ആളുകളിലേക്കും സൂഫിസത്തിലേക്കുമൊക്കെ ത്വരീക്കത്തിലേക്കുമൊക്കെ അവൻ മെല്ലങ്ങനെ കൊണ്ടുപോകും. തന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം അള്ളാഹുവിൽ കിട്ടുന്നതിനേക്കാൾ എനിക്ക് ജാറത്തിൽ കിട്ടുമെന്ന ചിന്ത മനുഷ്യ മനസ്സിലേക്ക് കൊണ്ടുവരും. അതാണ് ദുൽമ, ശിർക്ക്. അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. മറ്റൊന്നെന്താ അറിയോ സഹോദരങ്ങളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, മതം ഒരു ഗുണവും ചെയ്യില്ല എന്ന ചിന്ത ഉണ്ടാക്കാം. മതം കൊണ്ട് എന്താ കാര്യം, വിശ്വാസം കൊണ്ട് എന്താ കാര്യം? ഇത് പിശാച് ഇങ്ങനെ മെല്ലെ മെല്ലെ വളർത്തിക്കൊണ്ടുവരും. എന്നിട്ടോ വിശ്വാസത്തിന്റെ പരിസരത്തു നിന്ന് നമ്മളെ ഒറ്റപ്പെടുത്തും. അത് ക്രമേണ നിരീശ്വരവാദത്തിലേക്ക് എത്തും. ഇന്നത്തെ തലമുറ എത്തിയത് ലിബറൽ ചിന്തകളിലേക്കാണ്, അല്ലെ? ആണും പെണ്ണും വ്യത്യാസമില്ലാന്നും ഈ ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാണ് എന്നും ഈ ജീവിതം ഒന്നേ ഉള്ളൂ എന്നും ലൈംഗികത മാത്രമാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ കാര്യമെന്നും ഇങ്ങനെ തുടങ്ങി ലിബറൽ ചിന്തകളുടെ ഒരു വല്ലാത്ത വാതിലങ്ങ് തുറക്കപ്പെട്ടു. അവിടെ മനസ്സിനെ മടക്കി അള്ളാഹുവിലേക്ക് തിരിച്ചു നടക്കാൻ നമുക്ക് സാധ്യമാകണം. മൂന്നാമത് പിശാച് എന്താ ചെയ്യാന്നറിയോ? നമ്മളെ കൊണ്ട് തോന്നിവാസം ചെയ്യിപ്പിക്കും. ശിർക്ക് ചിലപ്പോൾ ചെയ്യാനുണ്ടാവില്ല. നമ്മളെ കൊണ്ട്, നമ്മുടെ കൈ കൊണ്ട്, നമ്മുടെ കണ്ണുകൊണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ അവയവങ്ങൾ കൊണ്ട് അവനെന്ത് ചെയ്യും? ഹറാമുകൾ ചെയ്യിപ്പിക്കും. വ്യഭിചാരത്തിന്റെ, പലിശയുടെ, തോന്നിവാസങ്ങളുടെ, അനാവശ്യങ്ങളുടെ, തെറികളുടെ, ഹറാമുകളുടെ ഓരോ വാതിലുകൾ മെല്ലെ മെല്ലെ പിശാച് നമ്മെ കൊണ്ട് തുറപ്പിക്കും. അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. അതറിയില്ല ചിലപ്പോ നമ്മളെ. അതാണ് അള്ളാഹ് പറഞ്ഞത്, കല്ലാ, വേണ്ട കേട്ടോ, ബൽറാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ ചെയ്തതിന്റെ അനന്തരഫലമായി. നോക്കൂ, മനസ്സ് ശുദ്ധമാണ്. നിങ്ങൾ ചെയ്തതിന്റെ അനന്തരഫലമായി നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുപോയിരിക്കുന്നു എന്നാൽ ഞാനും നിങ്ങളും ചെയ്തതിന്റെ ദുരന്താണ് ഖുർആൻ ഓതാൻ പറ്റാത്തത്. ഞാനും നിങ്ങളും ചെയ്തതിന്റെ അനന്തരഫലമാ സുഹൃത്തുക്കളെ സുബഹിക്ക് ജമാഅത്തിനെത്താൻ പറ്റാത്തത്. ഞാനും നിങ്ങളും ചെയ്തതിന്റെ ദുരന്തമാണ് സുഹൃത്തുക്കളെ ഖുർആനിന്റെ അർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത്, സക്കാത്ത് കൊടുക്കാൻ പറ്റാതിരിക്കുന്നത്, സാധുവിനെ കാണുമ്പോൾ കണ്ണു തുറക്കാൻ പറ്റാതെ പോകുന്നത്. ഞാനെന്ന ചിന്തയിലേക്ക് ഹറാമുകൾ ചെയ്യിച്ച് പിശാച് എത്തിച്ചതാണ്. ഈ കൊടും വഞ്ചകനായ പിശാചാണ് എന്റെ ചതിയനായ കൂട്ടുകാരൻ തിരിച്ചറിയാൻ നമ്മൾ പലപ്പോഴും വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹ് വല്ലാത്തൊരു നിധിയായി തന്നതാണ് നേർമാർഗം, അല്ലെ? കൊടാനക്കൂടി മനുഷ്യരിൽ നിന്ന്, അല്ലെ, ഈ ഒരു ഭാഗത്തൊരുമിച്ചുകൂടി ഖുർആൻ സത്യമാണ്, പ്രവാചകൻ സത്യമാണ്, പരലോകം സത്യമാണ്, വിചാരണയുണ്ട്, എന്റെ മാതാപിതാക്കളോട് കടമയുണ്ട്, എനിക്ക് നന്മയിൽ ജീവിക്കണം എന്ന ഒരു വെളിച്ചം, അത് നാം തന്നെ കെടുത്തിക്കളയുന്ന തിന്മയൂർന്ന ജീവിതവും ശിർക്കും തെറ്റായ ജീവിതവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ എന്ന് അള്ളാഹു നമുക്ക് നൽകുന്ന സുരക്ഷിതത്വത്തിന്റെ വാക്കാണ്. അത് സ്വീകരിക്കാൻ നാം തയ്യാറാകുമ്പോൾ, നാം മരുന്ന് കുടിക്കുമ്പോൾ രോഗം മാറുന്നത് പോലെ നാം ഇബാദത്തിലേക്കും ചിട്ടയിലേക്ക് തിരിച്ചു വരുമ്പോൾ മനസ്സിന്റെ രോഗങ്ങൾ മാറ്റി ശുദ്ധമായ മനസ്സിലേക്കും തെളിഞ്ഞ ഒരു ജീവിതത്തിലേക്കും പ്രകാശമുള്ള കാഴ്ചകളിലേക്കും നമുക്ക് ജീവിതത്തെ കൊണ്ടുപോകാൻ സാധിക്കും. അതിന് മരണത്തിന് മുമ്പ് പരിശ്രമിക്കണേ എന്ന് മാത്രമാണ് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഒരു പരിശ്രമം, ജീവിതത്തെ ഒന്ന് വിലയിരുത്തി മുന്നോട്ട് പോകൽ അനിവാര്യമായ കാലമാണ് നമ്മുടേത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. നമ്മുടെ കൂടെ ജീവിക്കുന്ന ധാരാളം ആളുകൾ രോഗികളാണ്, ധാരാളം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ്. റഹ്മാനായ റബ്ബ് അത് മുഖേന ഇഹത്തിലും പരത്തിലും നമുക്കെല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ, ഭർത്താക്കന്മാർ, ഭാര്യമാർ, മക്കൾ എല്ലാവരും നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തിരുന്നവരാണ്. അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി നമ്മെയും അവരെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആരോഗ്യമുള്ള സമയത്ത് പൂർണ്ണമായി അല്ലാഹുവിനെ ഇബാദത്തെടുത്ത് അല്ലാഹുവിന് തൃപ്തി ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അവസാന കാലം വരെ അല്ലാഹുവിന്റെ ദീനിനെ സ്നേഹിച്ച് ഉൾക്കൊണ്ട് കലിമ ചൊല്ലി മരണപ്പെടുമ്പോൾ മലക്കുൽ മൗത്തിനെ സന്തോഷത്തോട് കൂടി
കാണാൻ റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.